വിദഗ്ധ സമിതിക്ക് അങ്ങനെ അകത്ത് കയറി ഓപ്പറേഷൻ തിയേറ്ററിനകത്ത് കയറി ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഉപകരണങ്ങളോ അതിൻ്റെ ഭാഗങ്ങളോ ഒന്നും പരിശോധിക്കാനുള്ള ഒരു സമയവും കിട്ടിയിട്ടില്ല. അവരങ്ങനെ ചെയ്തിട്ടുമില്ല. ഒരു കാര്യം ചോദിച്ചോട്ടെ, ഡോക്ടർ മേധാവിയായിട്ട് വന്നിട്ട് ഇപ്പം 1 കൊല്ലം അല്ലേ? അപ്പോൾ അതിനു മുമ്പ് ഈ ഡിപ്പാർട്ട്മെന്റിൽ ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഉപകരണ ഭാഗം കാണാതെ പോയതോ അങ്ങനെ എന്തെങ്കിലും സംഭവങ്ങളുണ്ടോ ഡോക്ടർ? അല്ല, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അങ്ങനെ ഒരു ആരോപണം ഒരിക്കൽ ഉണ്ടായിരുന്നു. അത് ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിൽ തന്നെയുള്ളൊരു ഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെന്റ് ഒരു ജൂനിയർ ഡോക്ടർക്കെതിരെ എഴുതി കൊടുത്ത പരാതിയാണത്. ഒരു ഉപകരണം മനഃപൂർവ്വം കേടാക്കി എന്നൊക്കെ പറഞ്ഞ് ദേഷ്യത്തിന് ഉള്ള എഴുതി കൊടുത്തതാണ്. അത് പിന്നെ അത് വലിയ സീരിയസ് ആയിട്ട് എൻക്വയറി ഒക്കെ നടത്തി. അതിനകത്തൊന്നും ഉണ്ടായില്ല. ഒരു വസ്തുവില്ല. വിദഗ്ധ സമിതിയിലെ റിപ്പോർട്ടില്ലാത്ത അങ്ങനെ ഇല്ല. വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ട് ഞാൻ കണ്ടില്ല. അത് വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ട് ആർക്കും കാണിച്ചിട്ടില്ല. അത് ഇനിയിപ്പോൾ ഞാൻ അത് RTI വഴി അത് എടുത്തിട്ട് ഞാൻ അതിൻ്റെ തൊണ്ടെങ്കിൽ പിന്നെ പറയാം എന്താണെന്നുള്ളത്. എനിക്ക് തന്ന മെമ്മോയിൽ അങ്ങനെയൊന്നുമില്ല. മറുപടി നൽകും. അത് കുറച്ച് കാര്യങ്ങളെ ചോദിച്ചിട്ടുള്ളൂ. 1-2 ചോദ്യങ്ങളെ ചോദിച്ചിട്ടുള്ളൂ. അത് എഴുതി കൊടുക്കാവുന്ന ചെറിയ കാര്യങ്ങളെ ചോദിച്ചിട്ടുള്ളൂ. നടപടി ഉണ്ടാകില്ല എന്ന് തന്നെയാണ് പ്രതീക്ഷ. കാരണം അതിനകത്ത് വേറെ തെറ്റുകളൊന്നും ചെയ്തില്ല. ചട്ടവിരുദ്ധത എന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ ഈ മാധ്യമങ്ങളെ കാണുന്നതും ഇങ്ങനെ കാര്യങ്ങൾ പറയുന്നതും ഒരു സർക്കാർ ഉദ്യോഗസ്ഥനെ സംബന്ധിച്ച് ചട്ടവിരുദ്ധതയാണ്. അതിന് ചെറിയ നടപടികൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അത് വലിയ സംഘടനകൾ അല്ലെങ്കിൽ നമ്മുടെ സംഘടനയ്ക്ക് പ്രശ്നങ്ങളൊക്കെ അറിയാമല്ലോ. അവർക്ക് എൻ്റെ സത്യസന്ധത അവർക്കറിയാം. അതിൻ്റെതായിട്ടുള്ള ആനുകൂല്യങ്ങൾ അവർ തരും, പിന്തുണയ്ക്കണം. ഇല്ല, വിദഗ്ധ സമിതി ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. പിന്നെ ആ ചോദ്യം ആവർത്തിക്കുകയാണല്ലോ. വിദഗ്ധ സമിതിക്ക് അങ്ങനെ ഉപകരണങ്ങൾ പരിശോധിക്കാനുള്ള സാവകാശമില്ല. ഒരുപാട് ഒരു ഓപ്പറേഷൻ തിയേറ്റർ നടക്കണം. അങ്ങനെ സമിതി റിപ്പോർട്ട് കാണട്ടെ, കണ്ടിട്ട് ഞാൻ അതിന് ആൻസർ പറയാം. ഞാൻ അതിങ്ങനെ ഇല്ല, അതാണ് ഒരു ഉപകരണം കേടായി എന്ന് ഞാൻ പറഞ്ഞിരുന്നത്. മനഃപൂർവ്വം കേടാക്കി എന്ന് പറഞ്ഞ പത്രങ്ങളിലൊക്കെ അത് വലിയ വാർത്തകളൊക്കെ ആയിരുന്നു. അത് മനുഷ്യാവകാശ കമ്മീഷനൊക്കെ ഏറ്റെടുക്കുകയൊക്കെ ചെയ്തു. അതിനെപ്പറ്റി അത് ആലപ്പുഴയുള്ള ഒരു പ്രൊഫസർ, പിന്നെ ആലപ്പുഴയുള്ളൊരു ബയോമെഡിക്കൽ എഞ്ചിനീയർ, ഇവിടുത്തെ ബയോമെഡിക്കൽ എഞ്ചിനീയർ, അങ്ങനെ വലിയ 3 സംഘ സമിതി അന്വേഷിച്ച് അത് കണ്ടെത്തി. അതിനകത്ത് അങ്ങനെ അതൊന്നും മനഃപൂർവ്വം കേടാക്കിയതൊന്നുമല്ല. അത് അവരുടെ കമ്പനിയുടെ തന്നെ മാനുഫാക്ചറിംഗ് ഡിഫക്റ്റ് ആയിരുന്നു. അത് കമ്പനിക്കാർ കണ്ട് നന്നാക്കി തിരിച്ചുകൊണ്ട് തരികയും ചെയ്തു. അത് ഉപയോഗിക്കുകയും ചെയ്തു. ഇല്ല, അങ്ങനൊന്നുമില്ല. അതിപ്പോൾ 1 വർഷത്തിന് മുമ്പ്, ഞാൻ ഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെന്റ് ആകുന്നതിന് മുമ്പ് നടന്ന ആ സംഭവമാണ്. അത് പിന്നീട് അതിന് ശേഷമൊക്കെ അതിൻ്റെ എൻക്വയറി തെളിവെടുപ്പും അതിൻ്റെ റിപ്പോർട്ട് കൊടുക്കലൊക്കെ ഉണ്ടായിരുന്നു. അതിനൊക്കെ ഞാൻ ഭാഗമാണ്. അപ്പോൾ അതിനെനിക്ക് അറിയാം. അല്ല, അത് വെറും ആരോപണങ്ങൾ മാത്രമേ ഉള്ളൂ. ഇതൊക്കെ ഈ എല്ലാ ആരോപണങ്ങളുടെയും പുറത്ത് എൻക്വയറി നടത്തിയിട്ടുണ്ട്. അതിനകത്തൊന്നും അങ്ങനെ ഒന്നും ഇതുവരെ തെളിഞ്ഞിട്ടില്ല. ഒന്നും ഉണ്ടായിട്ടില്ല. ഒരു കാര്യം ഡോക്ടർ ചോദിച്ചോട്ടെ, അതായത് ഇപ്പം മന്ത്രി തന്നെ മാധ്യമങ്ങൾ, അതായത് ഡോക്ടറുടെ മെമ്മോയെ കുറിച്ച് ചോദിക്കാൻ വേണ്ടിയിട്ടാണ് മാധ്യമങ്ങൾ എത്തുന്നത്. ആ മാധ്യമങ്ങളോട് മന്ത്രി ഒരു വെളിപ്പെടുത്തൽ പോലെ പറയുകയാണ്, അവിടെ ഒരു ഉപകരണം കാണാതെ പോയിട്ടുണ്ട്, അത് ലക്ഷക്കണക്കിന് രൂപ വിലയുള്ള ഒരു ഉപകരണം. അപ്പോ അതൊരു ഡോക്ടറെ ഒരു ഇരുട്ടത്ത് നിർത്തുന്ന ഒരു മറുപടിയല്ലേ? അല്ല, അത് ഞാൻ ഒന്നാമത്തെ കാര്യം അത് വാർത്ത കേട്ടില്ല. ഞാൻ ഓപ്പറേഷൻ തിയേറ്ററിലായിരുന്നു. ഇതൊന്നും കാണാനുള്ള സമയമേ കിട്ടിയില്ല. പിന്നെ എന്താണ് അത് എന്ത് പശ്ചാത്തലത്തിലാണെന്ന് പറഞ്ഞതെന്നുള്ളത് നോക്കിയാലേ എനിക്ക് എന്തെങ്കിലും പറയാൻ പറ്റുള്ളൂ.